കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ എൻ്റെ പേര് റെനി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ലഡുവാണ്. അത് 15 മിനിറ്റും കൊണ്ട് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ക്യാരറ്റ് ലഡു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ക്യാരറ്റ് ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മീഡിയം വലുപ്പമുള്ള ക്യാരറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചെറിയ ഹോളിലൂടെയാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്യുന്നത്. വലിയ ഹോളിലൂടെ നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കല്. ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നല്ലവണ്ണം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെയാണ് ഗ്രേറ്റ് ചെയ്യേണ്ടത്. വലിയ ഹോളിൽ കൂടെ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യല്ല. കണ്ട് ഈ രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. ഇപ്പം ഈ നെയ്യ് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത മുന്തിരിങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ഈ ലഡുവിനൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഈ മുന്തിരിങ്ങ നല്ലവണ്ണം വീർത്തു വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുന്നു. മുന്തിരിങ്ങ വറുത്തെടുത്ത നെയ്യിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അധികം നേരം ഇത് അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട. 2 മിനിറ്റ് വരെ നമുക്കിത് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് 1/2 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ പാല് കിടന്ന് ക്യാരറ്റ് നല്ലതായിട്ട് വേവണം. ഇത് 5 മിനിറ്റ് വരെ നല്ലതായിട്ട് വേവിച്ച് നമ്മൾ എടുക്കണം. പിന്നെ ഞാൻ ഇതൊരു അടപ്പ് വെച്ച് അടയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ പാലിൽ കിടന്ന ക്യാരറ്റൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 1/2 കപ്പ് തേങ്ങ ഞാൻ ചിരികിയതെടുത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാൻ ക്രഷ് ചെയ്തത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പം ഈ പറഞ്ഞ 120 ml ആണ് ഞാൻ തേങ്ങ ചിരകിയത് ഇതിനകത്തേക്ക് ഇട്ടത്. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇടാൻ പോകുന്നത് 1/4 കപ്പ് 90 ml പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഇത്രയും പഞ്ചസാര മതി, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം. ഇതിൽ പാനിൽ കിടന്ന പഞ്ചസാര ചൂടാകുമ്പോൾ ഇതിനകത്തോട്ട് ഈ പഞ്ചസാരയുടെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്, നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ഏലക്ക പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഏലക്ക ഇട്ടതെല്ലായിടത്തും ഒന്ന് പിടിക്കണം. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോകുന്നു. ഇത് തണുത്ത ശേഷം നമുക്ക് ഇത് ബോളായിട്ട് പിടിക്കാം, അല്ലെങ്കിൽ ചൂടോട് പിടിച്ചാൽ ഇത് പൊട്ടിപ്പോവും. ഇതിപ്പം നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ബോളുകളാക്കി പിടിക്കാൻ പോവുകയാണ്. ഒരു നിശ്ചിത അളവിൽ നമുക്ക് ഈ ലഡു ഉണ്ടാക്കാം.
ഇങ്ങനെ ബോൾ എടുക്കണം. ഞാൻ ഇനിയും മുമ്പേ വറുത്ത് വെച്ച ഉണക്കമുന്തിരി ഞാൻ ഇതിനകത്തോട്ടെ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ വെക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഒന്ന് ബോളാക്കി പിടിച്ചു കൊടുക്കാം.